നന്ദുവും അനിയും വേർപിരിയുമോ? അങ്ങനെ നമുക്ക് പത്തരമാറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത് പതിയെ നന്ദുവാണെങ്കിൽ അനിയെ ഒഴിവാക്കാനായിട്ട് തുടങ്ങുന്നതാണ്. അതായത് നന്ദുവിനറിയാം തൻ്റെ ഏട്ടനും ഏട്ടത്തിയൊന്നും, അതായത് ചേച്ചിയും ചേട്ടനും സമ്മതിക്കുകയൊന്നുമില്ല. ഇപ്പോൾ തന്നെ അവന്തികയുമായിട്ട് അനിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അധികം വൈകാതെ അത് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തൻ്റെ കാര്യത്തിൽ വലിയ ഹോപ്പൊന്നുമില്ല എന്ന് നന്ദുവിനറിയാം. അങ്ങനെ താൻ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് പതിയെ അനിയെ മാറ്റി നിർത്താൻ നന്ദു തീരുമാനിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നന്ദുവാണെങ്കിൽ നമ്മുടെ അനിയോടത് തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അനിയാണെങ്കിൽ നന്ദുവിനോട് പറയും, എനിക്ക് നീയില്ലാതെ പറ്റുകയൊന്നുമില്ല. ഞാൻ ഒരിക്കലും നിന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ നന്ദു, നീ എൻ്റേത് മാത്രമാണ്. ഞാൻ ആരെയും വിവാഹം കഴിക്കും ഒന്നുമില്ല. നിന്നെ മാത്രമേ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കയറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ, അനി, നീ എന്താ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തത്? എടാ, നീ എല്ലാവരെയും വേദനിപ്പിച്ച് എന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ അച്ഛനെയും അമ്മയെയും വേദനിപ്പിച്ച് ഞാൻ ഒരിക്കലും നിൻ്റെ കൂടെ വരികയുമില്ല എന്ന് പറയുമ്പോൾ, അത് നീ എടുക്കുന്ന തീരുമാനം. എനിക്ക് ആരെ വേദനിപ്പിച്ചായാലും നിന്നെ സ്വന്തമാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ, അതിന് സാധിക്കില്ല. നീ എന്താ മനസ്സിലാക്കാത്തത് എന്ന് പറയുമ്പോൾ, അതിന് സാധിക്കുന്നതു നീയൊന്ന് മുന്നിട്ടിറങ്ങിയാൽ മാത്രം മതി എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ